Hello friends, welcome back to our channel Mom's Daily. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്പെഷ്യൽ സാമ്പാർ പൊടി ആയിട്ടാണ്. നമ്മളെല്ലാവരും ചിലപ്പോൾ മിക്ക ആൾക്കാരും സാമ്പാർ പൊടി പുറത്തുനിന്നായിരിക്കും മേടിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് ആ ഒരു മസാലയ്ക്ക് അതിന് വേണ്ടുന്ന ഒരു മണമോ ഗുണമോ ഒന്നും കാണത്തില്ല. നമുക്ക് കഴിക്കാമെന്ന് മാത്രം സാമ്പാർ എന്ന് പറഞ്ഞ്. പക്ഷേ ഈ ഒരു സാമ്പാർ പൊടി നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ച് നോക്ക്. നമ്മുടെ വീട്ടിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ അയൽപ്പക്കക്കാർ ഓടി വരും. അത്രയും നല്ല സ്മെല്ലാണ് ഈ സാമ്പാറിന്, ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പാറിന്. കാരണം ഇത് എൻ്റെ ഒരു ഞാൻ അതിൻ്റെ കഥ ഇത് ഉണ്ടാക്കുന്ന വഴി പറഞ്ഞുതരാം. നമുക്ക് ഉടനെ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ടേബിൾ സ്പൂൺ കണക്കാണ് പറയുന്നത്, കാരണം ഞാൻ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ പൊടി. അപ്പം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് മുഴുവൻ മല്ലി ഉണ്ടല്ലോ, മുഴുവൻ മല്ലി 3 ടേബിൾ സ്പൂണാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇനി കണക്ക് പറയുമ്പം ഈ ടേബിൾ സ്പൂൺ കണക്കും ടീസ്പൂൺ കണക്കാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഗ്രാം കണക്കൊക്കെ വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ഇച്ചിരി പണിയുണ്ട്, എനിക്കത് നോക്കണ്ടേ. അപ്പോൾ ശരി, അപ്പോൾ 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള കടലപ്പരിപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ചേർക്കുന്നത് സാമ്പാർ പരിപ്പ്. ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് തുവരപ്പരിപ്പാണ്. 1 ടേബിൾ സ്പൂണോളമുള്ള തുവരപ്പരിപ്പ്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളമുള്ള ഉഴുന്നും പരിപ്പ്. അപ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആ സാമ്പാറിന് ഒരു മണം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എടുത്തിരിക്കുന്നത് മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഉഴുന്നും പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, 1 ടേബിൾ സ്പൂണോളമുള്ള അരി. അത് നിങ്ങൾക്ക്, ഇതിപ്പോൾ ഞാൻ മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് അരി, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ബസ്മതി റൈസ് ആണെങ്കിൽ ആ റൈസ് എടുക്കാം, പച്ചരി ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ചേർക്കുന്നത് ഇതെന്തിനാണ് ചേർക്കുന്നത് എന്നുള്ളത് ഞാൻ ഇത് വറക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഈ അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഉണക്കമുളകാണ്. അപ്പോൾ അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു കൈപ്പിടിക്ക്, എൻ്റെ ഒരു കൈപ്പിടിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉണക്കമുളക്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ അതനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. സാധാരണ 15 മുതൽ 20 എണ്ണൊക്കെയാണ് എടുക്കുക കേട്ടോ. ഇനി അടുത്തത് ചേർക്കുന്നത് ടീസ്പൂണാണ്. 1 ടീസ്പൂണോളമുള്ള കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളമുള്ള ജീരകം ചേർക്കാതിരിക്കരുത്. അത് ഈ ഒരു സ്പെഷ്യൽ മണൊക്കെയാണ് കേട്ടോ അത് ജീരകം ചേർക്കുമ്പോൾ. ഇനി ചേർക്കുന്നത് 1.5 ടീസ്പൂണോളമുള്ള ഉലുവ ഇല്ലാത്ത സാമ്പാറില്ല. സാമ്പാറിൻ്റെ ഒരു മണമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഉലുവ എന്ന് പറഞ്ഞ ഒരാൾ വേണം. അപ്പോൾ അതിന് 1.5 ടീസ്പൂണുള്ള ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അത് നമ്മൾ എടുക്കണം. കറിവേപ്പില നമുക്ക് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി നല്ലതുപോലെ ഉണക്കിയിട്ടുമുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കൈപ്പിടിയാണ് ചേർക്കുന്നത്. അതൊരു 1.5 കൈപ്പിടി ആയാലും കുഴപ്പമൊന്നുമില്ല. വേപ്പിലയുടെ സ്വാദ് നല്ല മണവും സ്വാദൊക്കെയല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു തരുന്നത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഈ കണക്കുകളെല്ലാം ഇതേ കണക്ക് തന്നെയായിരിക്കണം നമ്മൾ ഡബിളായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ആയിട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അത് നിങ്ങൾ മറന്നേക്കരുത്. അപ്പോൾ ഞാനിവിടെ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന് ചനാദാൽ എന്നൊക്കെ പറയും. സൂപ്പർ മാർക്കറ്റിൽ ചനാദാൽ എന്ന് പറഞ്ഞിട്ട് ഈ കടലപ്പരിപ്പ് മേടിക്കാൻ കിട്ടും. പിന്നെ തുവരപ്പരിപ്പ്, അത് സാമ്പാർ പരിപ്പാണ്. തൂർദാൽ എന്ന് പറഞ്ഞിട്ടാണ് കടകളിലൊക്കെ കിട്ടുക. കാരണം ഇപ്പോൾ ഈ പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കിട്ടുക. അപ്പോൾ അത് തൂർദാൽ. പിന്നെ ഉള്ളത് ഉറുദ് ദാൽ, അത് ഉഴുന്നും പരിപ്പാണ്. പിന്നെ ഉലുവ ഉണ്ട്. പിന്നെ ജീരകം നല്ല ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകം, നല്ല ജീരകം. പിന്നെ അരി എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ വേപ്പില, ഉണക്കമുളക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ഇനി നല്ലതുപോലെ ഒന്ന് വറുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇടാവൂ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ കേട്ടോ. പിന്നെ ഞാൻ സാധാരണ ഇത് തനിച്ചാണ് വറുക്കുക. ഇത് ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഇത് കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഇടുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ ഒരു ബൾക്ക് കണക്കിനാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിത് എന്താ പറയുക, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ആദ്യം ഉണക്കമുളക്, പിന്നെ പരിപ്പുകൾ ഓരോന്ന് അങ്ങനെ വേണം. ഈവൻ നമ്മൾ ആ ഒരു ജീരകം പോലും തനിച്ച് വേണം നമ്മൾ വറുക്കാനായിട്ട്. ഇത് ഇച്ചിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിടുന്നത് കേട്ടോ. അത് നിങ്ങൾ ഓർത്തേക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഉണക്കമുളക് ഒത്തിരി നേരം നമുക്ക് വറുക്കേണ്ട കാര്യമില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉണക്കമുളക് ഒത്തിരി നേരം വറുത്ത് കഴിഞ്ഞാൽ അതിന് പുക ആളിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിനൊരു പുകച്ചൊവ വരും. അപ്പോൾ അതില്ലാതാക്കാനായിട്ട് നമുക്കിതൊന്ന് ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇതിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു
ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്, ഉണക്കമുളകിൻ്റെ ഇത് കറക്റ്റ് ആയോ എന്നുള്ളൊരു പരുവം എന്ന് പറയുന്നത്, അത് ഇന്ന് ചൂടായി കഴിഞ്ഞ് നമുക്കത് കൈകൊണ്ട് തൊടാൻ പറ്റണം. ആ കയ്യിൽ പിടിക്കുന്ന ഒരു ചൂട് വേണം. ആ ചൂടാവുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ ദാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളൊക്കെ നമുക്കിതൊന്ന് വറുത്താൽ മതിയാവും. പക്ഷേ ഈ 2 മിനിറ്റിന് മുന്നേ തന്നെ നമുക്ക് മുളക് എടുക്കണം കേട്ടോ. ഉണക്കമുളക് എടുത്ത് മാറ്റണം. ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണക്കമുളക് ചൂടൊന്നും തോന്നിയില്ല. കയ്യിൽ പിടിക്കുമ്പോൾ ഒട്ടും തന്നെ ചൂടില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയും കൂടെ നേരെ നമുക്ക് ഉണക്കമുളക് ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ സാമ്പാർ പൊടിയുടെ കഥ എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ചെന്നൈയിലാണ്. ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ ജോലിക്ക് പോയി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ ഒരു അക്ക ഉണ്ട്. ആ പുള്ളിക്കാരത്തിയാണ് ഈ കുക്കിംഗ് ഒക്കെ നോക്കുന്നത്. പുള്ളിക്കാരത്തി ഒരു സൂപ്പർ സാമ്പാർ ഉണ്ടാക്കും. പൊതുവേ ഈ ഒരു തമിലിയൻസ് നല്ലതുപോലെയൊക്കെ സാമ്പാർ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇവരുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ മണം രാവിലെ തന്നെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ മുറിയിലൊക്കെ അത്രയും സ്മെല്ലാണ്. അപ്പോൾ എല്ലാവർക്കും ആ രാവിലെ അത് ആഴ്ചയിൽ 1-2 തവണ ഈ സാമ്പാർ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട്, മെനു സിസ്റ്റം അല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ സാമ്പാറുള്ള ദിവസം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ അക്കരെ അടുത്ത് പറഞ്ഞ് ചോദിച്ചിട്ടുള്ള ഒരു സാമ്പാർ, ഞാൻ കുറേ ചോദിച്ച് നടന്ന് എനിക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ഉണക്കമുളക് കയ്യിലെടുത്ത് പിടിക്കാവുന്ന ഒരു ചൂടായി. ഈ ഒരു സമയത്ത് ഞാനിതൊന്ന് പറക്കിയെടുത്ത് ഒന്ന് മാറ്റി വെക്കുകയാണ്. കാരണം ഇനിയും കുറച്ചും കൂടെ നേരം ഇതിനകത്ത് കിടന്ന് അത് ചൂടായി കഴിഞ്ഞെന്നാൽ നമ്മുടെ സാമ്പാർ പൊടി വളരെ ഇങ്ങനെ ഒരു പുക ചുവയ്ക്കും. അത് ഒത്തിരി പേർക്ക് പറ്റുന്ന ഒരു സംഭവമാണ്. അതിപ്പം ഏത് സാമ്പാർ പൊടി എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെന്നാലും ഈ ഒരു ഉണക്കമുളക് ഇല്ലാതെ നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കുറേ പേർക്ക് ചിലപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പുകഞ്ഞ ടേസ്റ്റ് വരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതിൻ്റെ ഉള്ള മെയിൻ കാരണം നമ്മൾ ഈ ഒരു ഉണക്കമുളക് ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പുക കയറും. അന്നേരം അരച്ച് നമ്മൾ ഈ പൊടിയായിട്ട് വരുമ്പോഴത്തേക്ക് അതങ്ങ് ആകെ പുകഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാറ്റി വയ്ക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉണക്കമുളക് നമ്മൾ ആദ്യമേ തന്നെ വറുത്ത് ഒരു മിനിറ്റിന് താഴെ അത്രത്തോളം വറുത്ത് ചൂടത്ത് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഞാനിതെല്ലാം നല്ലതുപോലെ ഇളക്കാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കഥയിലോട്ട് വരാം. ആ അക്കയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിയാണ് സാമ്പാറിൻ്റെ ഈ ഒരു റെസിപ്പി പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സമയത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുക്കിംഗ് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അത് പല ആൾക്കാരുടെ കൂടെ പോയി. അങ്ങനെ പിന്നെ ഞാനിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ട്രൈ ചെയ്യാൻ തുടങ്ങി. നല്ല സാമ്പാർ പൊടിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വേണം. ഇതിലൊന്നുപോലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ അരി ചേർക്കുന്നത്, ഞാനിപ്പോൾ നേരത്തെ അരി ചേർത്തുമല്ലോ, അത് എന്ത് അരി വേണമെങ്കിലും ആവാം. മട്ടരി ആവാം, പച്ചരി ആവാം, ഇഡ്ലി റൈസ് ആവാം, എന്താണെങ്കിലും അരി ആയാൽ മതി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാമ്പാർ പൊടിക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു പൊടി നമ്മൾ സാമ്പാറിന് ഇടുമ്പോഴത്തേക്കും നല്ലൊരു കൊഴുപ്പ്, കറിക്ക് സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റോളം ഞാൻ വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുളകും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. കയ്യിലേക്ക് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കറിവേപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ അങ്ങ് ക്രിസ്പിയായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് മിക്സി ജാർ എടുത്തിട്ടുണ്ട്. വലിയ ജാർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതോടുകൂടെ നമ്മുടെ തീർന്നില്ല കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇച്ചിരിയും കൂടെ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. നിങ്ങൾ ഓർക്കണ്ട ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന്. ഈ ഒരു കാര്യം മാത്രമല്ല, അത് മറന്നേക്കരുത്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ള് കാണണം. കണ്ടാൽ മാത്രമേ നമ്മൾ എന്ത് എക്സ്ട്രാ ഇടണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് മിക്സിക്കകത്തോട്ട് നിറച്ചിട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സിയിൽ ഇത് ഇട്ടിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാം മിക്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കാര്യങ്ങളൂടെ ചേർക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് 1 ടീസ്പൂണോളമുള്ള കായത്തിൻ്റെ പൊടിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ആ കട്ടിക്കായാണുള്ളതെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലൊന്ന് പൊടിച്ച് ചേർക്കണം. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ. നിങ്ങളുടെ കയ്യിൽ കശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ മുളക് പൊടി ചേർത്തേക്കരുത്. നമ്മളതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം സാമ്പാർ പൊടിക്ക് ഒരു കളറല്ല.
ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കശ്മീരി ചില്ലി പൗഡർ ചേർത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. നമ്മളിത് നല്ലതുപോലെ ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ രസത്തിൻ്റെ പൊടിയിൽ ഇച്ചിരി ഒരു കരകരപ്പ് കാണും, പക്ഷേ സാമ്പാർ പൊടി അങ്ങനെയല്ല, നല്ലതുപോലെ തന്നെ കണ്ടോ ഇതേപോലെ നല്ല പൊടിയായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു 2-3 മിനിറ്റ് എന്ന് തന്നെ പറയാം, 3 മിനിറ്റോളം എടുത്തിട്ടാണ് ഇത് നല്ലതുപോലെ ഫൈൻ പൗഡർ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഫൈൻ ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. എന്നിട്ട് നിങ്ങൾക്കത് ഒരു ബോട്ടിലിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ഞാൻ പക്ഷേ അരിച്ചെടുക്കുന്നൊന്നുമില്ല, ഞാൻ ഇതേപോലെ തന്നെയാണ് സാധാരണ ചെയ്യാറ്, എടുത്ത് വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതാ നോക്കിക്കേ, നമ്മുടെ നല്ല ഫൈൻ പൗഡറായിട്ടാണ് നമ്മുടെ സാമ്പാർ പൊടി വന്നിട്ടുള്ളത്. ഈ സാമ്പാർ പൊടി ഉണ്ടാക്കിയപ്പോൾ തന്നെ അടുക്കളയിലും പുറത്തുമൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ, സൂപ്പർ മണമാണ്. ആ കായത്തിൻ്റെ, ഉലുവയുടെ, വേപ്പിലയൊക്കെ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇതാണ് പൗഡർ കേട്ടോ, ഫൈൻ പൗഡറാണ്. നല്ലതുപോലെ തന്നെ വളരെ നൈസായിട്ട് നിങ്ങൾ പൊടിക്കാൻ നോക്കണം. ചില മിക്സിക്ക് അനുസരിച്ച് ഈ 3 മിനിറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ കൂടുതലോ അല്ലെങ്കിൽ കുറവൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ആ പൗഡർ ആവുന്നത് വരെ അടിച്ചെടുക്കുക. ഇനി ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ സ്റ്റോർ ചെയ്യേണ്ടത് അതിലാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചില്ലു കുപ്പിയിൽ വേണം ഈ മസാലപ്പൊടികളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ. ഞാനിവിടെ ഒരു ചില്ലും കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ എല്ലാം തുടച്ചെടുത്ത് നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് ഞാനിപ്പം ഈ പൗഡർ ചേർക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും പ്ലാസ്റ്റിക്കായ എന്നാ കുഴപ്പം. പ്ലാസ്റ്റിക്കായ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ആ ഒരു അതിൻ്റെ നമ്മൾ പറയില്ല ഒത്തിരി നാൾ നിൽക്കില്ല. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പ്ലാസ്റ്റിക് കുഴപ്പമുണ്ടാവില്ലായിരിക്കാം, പക്ഷേ ചില്ലും കുപ്പിയിലാവുമ്പോൾ അത് ഒത്തിരി നാളിരിക്കും. ഞാനിതൊരു 6 മാസം വരെ ഉപയോഗിക്കാറുണ്ട്. ഒരു കുഴപ്പം വരാറില്ല. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഈ ഒരു പൗഡർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ച് നമ്മൾ ഷെൽഫിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രോയറിനകത്തോ കബേർഡിനകത്തോ നമുക്ക് എടുത്തു വെച്ചാൽ മതി. അതല്ലാതെ വേറെ എവിടെയും എടുത്ത് വെക്കേണ്ട. സാധാരണ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എവിടെയാണ് സൂക്ഷിക്കുക അവിടെ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചില്ലും കുപ്പി എടുക്കാൻ ശ്രദ്ധിക്കുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഒരു 5-6 മാസം വരെ ഇത് നല്ലതുപോലെ തന്നെ നിന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാമ്പാർ പൊടി റെഡിയാണ്, നല്ല ഫൈനായിട്ടുള്ള പൊടി റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു മണം, ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് മാത്രമല്ല ഒരു മണം കൂടെ വരുമ്പോഴല്ലേ സാമ്പാറിന് അതിൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ. അതേ പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യണം. ഒപ്പം ആ ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.